പശ്ചിമ കൊച്ചിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം. 3 പതിറ്റാണ്ടിലധികം അക്കാദമിക് പാരമ്പര്യമുള്ള സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിച്ചു വരുന്നു. മികച്ച കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, SSLC 100% വിജയം കൈവരിച്ച സ്കൂളിനുള്ള MLA പുരസ്കാരം, ലൈബ്രറി സൗകര്യം, യോഗ പരിശീലനം, കലാകായിക അഭിരുചി വളർത്തുന്നതിനായി പ്രത്യേക പരിശീലനം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള മികച്ച പരിശീലനങ്ങൾ, പ്രഗത്ഭരായ അധ്യാപകർ. PKG മുതൽ 9ാം ക്ലാസ് വരെയുള്ള അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SVD വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പള്ളുരുത്തി. അടിവാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി കോതമംഗലം താലൂക്കിലെ അടിവാട് ഹീറോ യങ്സ് ക്ലബ്ബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ മാലിക് ദിനാർ പബ്ലിക് സ്കൂൾ ഫ്ലഡ് ലൈറ്റ് മൈതാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന MK മെയ്തീൻ മെമ്മോറിയൽ ഹീറോ യങ്സ് സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസ്മോൾ ഇസ്മായിൽ, പോത്താനിക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KJ ബോബൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു, മാലിക് ദിനാർ പബ്ലിക് സ്കൂൾ മാനേജർ മൊയ്തു മുഹമ്മദ്, ജനറൽ സെക്രട്ടറി CH സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഹക്കീം മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി മുഹമ്മദ് മൻസൂർ സ്വാഗതവും ട്രഷറർ റമീസ് ബഷീർ നന്ദിയും പറഞ്ഞു. ഫുട്ബോൾ മേളയുടെ സ്പോൺസർമാരായ നിദൂസ് അക്കാദമി ഉടമ ഹാരിസ് മണലുംപാറ, ബി സ്പോർട്സ് ഉടമ ബിനു K ജോസ്, കൈരളി ജുവലേഴ്സ് ഉടമ റഹീം, ബെസ്റ്റ് ഹോം റെക്കോർഡ് ഉടമ സിയാദ് വാലി, ലുവാക്കോട്ടോ ഉടമ നവാസ്, PP സുസുക്കി മാനേജർ ജലീൽ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഷമീർ KM, കൺവീനർ അമീർ KM, ട്രഷറർ മുഹമ്മദ് ഷാ KP തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും എത്തിച്ചേർന്ന 16 ടീമുകൾ പങ്കെടുക്കുന്ന 15 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മേള രാത്രി 8 മുതൽ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ ലഭാംബ മാളയ്ക്കെതിരെ ഫോക്കസ് പല്ലാരിമംഗലത്തിന് വേണ്ടി സ്കൈ ബ്ലൂ എടപ്പാൾ 2 ഗോളിന് വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.